എങ്ങനെയുണ്ട്? സൂപ്പർ പടം. പൃഥ്വിരാജ് കൊള്ളാന്ന് പറഞ്ഞ ആൾക്കാരെ എടുത്തൊക്കെ വന്ന് കാണണം. സീരിയസ് ആയിട്ട് വന്ന് കണ്ടാലേ അതിന്റെ എഫക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. വന്ന് കാണുന്നത് സത്യം പറഞ്ഞാൽ ഫുൾ ഗൂസ് ബംസാ. അല്ല, കൂടുതലും കുറച്ച് ഫോറിൻ എലമെന്റ്സ് ആയിരുന്നു. കേരളത്തിലെ നമ്മൾ കണ്ട രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. മൊത്തത്തിൽ കൊള്ളായിരുന്നു, കുഴപ്പമൊന്നും ഇന്ന് മുതൽ കട്ട് ചെയ്തതായിരിക്കും കാണുന്ന പ്രതീക്ഷ. പക്ഷെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബുധനാഴ്ച തൊട്ട് എന്താണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ആവശ്യം സിനിമയിൽ രാഷ്ട്രീയം കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എല്ലാവരും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച അത്രയും ക്യാരക്ടേഴ്സ് ഒന്നും അങ്ങോട്ട് എത്തിയിട്ടില്ല. മഞ്ജു ചേച്ചി അടിപൊളിയായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ വൈസും മേക്കിംഗ് വൈസും ഒക്കെ കിട്ടില്ലാണ്. പക്ഷെ കുറച്ചുകൂടെ സ്റ്റോറി കുറച്ചുകൂടെ ലൂസിഫറിൽ നിന്ന് പെട്ടെന്ന് ഭയങ്കര മേളിലായിപ്പോയി. നമ്മൾ എന്താണ് പ്രതീക്ഷിച്ച ഒരു സാധനം ലൂസിഫറിൽ നിന്ന് ഇങ്ങോട്ടൊന്നും ഇപ്പോൾ കിട്ടിയില്ല. എന്താ തോന്നിയത് കണ്ടിറങ്ങിയപ്പോൾ? ഒരു ഫീൽ എന്താണ്? നെഗറ്റീവ് ഒരുപാട് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? സീൻസ് എന്തെങ്കിലും കട്ട് ചെയ്തായിരുന്നോ? ഇല്ല, ഒന്നും കട്ട് ചെയ്തില്ല. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടല്ലോ? ആരും ഒരുപാട് ഞെട്ടിച്ചു എല്ലാ ക്യാരക്ടേഴ്സും എല്ലാവരും ഡയറക്ഷൻ അടിപൊളിയായിരുന്നു. സിനിമയായിട്ട് കാണുന്നതാണ് നല്ലത്. സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ നല്ല മേക്കിംഗ് സൂപ്പർബായിരുന്നു, ഇഷ്ടപ്പെട്ടു. മഞ്ജു വാര്യർ ഒരു രക്ഷ. മഞ്ജു വാര്യർ നല്ലായിരുന്നു. നല്ല നമ്മള് സെക്കൻഡ് ടൈമാണ് കാണുന്നത്. ഒന്നും കട്ടിയതില്ല, എല്ലാം ഉണ്ട്. നമ്മൾ രണ്ടാമത് കണ്ടേ. ഫസ്റ്റ് കണ്ടത് അത്ര നല്ലൊരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു. ചെറിയ തിയേറ്ററിലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് വലിയ തിയേറ്ററിലാണ്. ഓഡിയോ നല്ലതായിരുന്നു, നല്ല വലിയ സ്ക്രീനും എല്ലാം കൊള്ളാം. മേക്കിംഗ് ഓഫ് കോഴ്സ് നല്ല ക്വാളിറ്റിയാണ്, നല്ല ഇൻഡസ്ട്രി ക്വാളിറ്റി, കൊള്ളാം, നല്ലതായിരുന്നു. ലൈക്ക് നടക്കുന്ന കാര്യമാണ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് പറഞ്ഞ് തോന്നിയിട്ടില്ല. നല്ല മൂവിയാണ് ആക്ച്വലി. L1 കമ്പയർ ചെയ്യുമ്പോൾ മാസ് ഡയലോഗ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പ്രൊഡക്ഷനും മേക്കിങ്ങും ആക്ച്വലി നല്ല ക്വാളിറ്റിയാണ്, ഹൈ ക്വാളിറ്റിയാണ് മൂവി. പെർഫോമൻസ് മഞ്ജു വാര്യർ അടിപൊളിയായിരുന്നു. മഞ്ജു വാര്യർ ഭയങ്കര എക്സെപ്ഷണൽ ആക്ടിങ് ആയിരുന്നു. പിന്നെ പൊതുവെ ലാലേട്ടൻ സ്ക്രീൻ പ്രസൻസ് ഒന്നും പറയാനില്ല. അല്ല ആക്ച്വലി ലാലേട്ടൻ വരുന്ന സീൻസൊക്കെ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് കാരണം ഇത്രയും സ്ക്രീൻ ടൈം കുറവുള്ളത് കൊണ്ടാണ്. സോ ആക്ച്വലി വലിയ കുഴപ്പമൊന്നും ഇവർ ഇത്ര ഡീഗ്രേഡ് ചെയ്യണ മാതിരി അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി നല്ല BGM ആയിരുന്നു. താങ്ക് യു. സൂപ്പർ നൈസായിരുന്നു. സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഫിലിം നൈസാണ്. എല്ലാം വീഡിയോസ് ലൈക്ക് എഡിറ്റിംഗ് തൊട്ട് ആ സൗണ്ട് വരെ BGM ബാക്ക്ഗ്രൗണ്ട് എല്ലാം നന്നായിട്ടുണ്ട്. നല്ല സിനിമയാണ്. പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് കാണാൻ പറ്റിയത് വളരെ ഒരു ഭാഗ്യമാണ്. റിയൽ സ്റ്റോറിയാണ്, അതൊന്നും മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല. നല്ല ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു ഫാക്ടറും ഇല്ല. വളരെ നല്ല എല്ലാം മോഹൻലാലിൻ്റെ പൃഥ്വിരാജിൻ്റെ ഒന്നിനൊന്ന് മെച്ചമാണ്. എല്ലാം അടിപൊളിയായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. അടിപൊളി, ഒരു രക്ഷയില്ല. വെയിറ്റിംഗ് ഫോർ 3 ഡിസംബർ 3 വെയിറ്റിംഗ് ആണ്. അതെ, യെസ്. നല്ലതായിരുന്നു. കട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പ്രതീക്ഷയിലും നല്ലതായിരുന്നു. ശരിക്കും അതിപ്പോൾ നേരത്തെ അറിയാമല്ലോ. നല്ലതായിരുന്നു, ശരിക്കും നല്ലതായിരുന്നു.